മാസ് മസാല പടവും നല്ലൊരു ഫാമിലി ഗുഡ് എൻ്റർടൈനർ പടമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ലൊരു മനുഷ്യനായി വരാനുള്ള ചാൻസ് ഉണ്ട്. അമീർ ഖാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന ലവ്, അതുപോലെ തന്നെയാണ് സെൻറ്റിമെൻറ്റ്സ്, കാര്യങ്ങളെല്ലാം നല്ലപോലെ തന്നെ വർക്കൗട്ടായിട്ടുണ്ട്. അമീർ ഖാൻ വന്നൊരു തിരിച്ചുവരവ് തന്നെ നടത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. മാസ് മസാല പടവും നല്ലൊരു ഫാമിലി ഗുഡ് എൻ്റർടൈനർ പടമാണ്. അത്യാവശ്യം നന്നായിട്ട് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം. ഉഗ്രൻ പടമാണ്. എല്ലാവരും കാണാം. അത് വെച്ചാൽ നല്ല പടമല്ലേ ഇതൊക്കെ മിസ് ചെയ്യുന്നത് വളരെ അപൂർവമായിട്ടുള്ള കാഴ്ചകളാണ്. നല്ല ഇതിൻ്റെ വലിയ വലിയ പടങ്ങളിടയിൽ ഇതുപോലുള്ള നല്ല സിനിമകളും ഹിന്ദി നാട്ടിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹിന്ദി മൂവീസ് ഇഷ്ടപ്പെടാത്തവരായാലും ഇപ്പോൾ നോർമലി ഇപ്പോൾ ഇങ്ങനത്തെ പടമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും പോയി കാണണമെന്ന് തന്നെയാണ് പറയുന്നത്. നല്ല മൂവിയാണ്, അതൊന്നും പറയാനായിട്ടില്ല. ഫീൽ ഗുഡാണ്, നമുക്ക് കണ്ടിരിക്കാം എന്നുള്ളതല്ല, പരമാവധി ആളുകൾ ഇത് കാണണം. നമ്മളുടെ ഈ ഒരു ഭയങ്കര മത്സര ബുദ്ധിയുള്ള ഒരു ലോകത്ത് കുറച്ചുകൂടെ മനുഷ്യരെ സ്നേഹിക്കാനും ഭംഗിയായിട്ടിരിക്കാനും കുറേ കാര്യങ്ങൾ നമുക്ക് ലേൺ ചെയ്യാനുണ്ട്, കുറേ അൺലേൺ ചെയ്യാനുണ്ട്. നല്ല സിനിമയാണ്, എന്തായാലും കാണണം. ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് എല്ലാവരും കാണാമെന്നുള്ളത്. ഫീൽ ഗുഡ് മൂവി. ഇറ്റ്സ് നോട്ട് മെന്റ് ടു വാച്ച് ഇൻ തിയേറ്റർ ആസ് സച്ച്. എമോഷണൽ കണക്റ്റിംഗ്. യെസ്, ഇൻ ദി എൻഡ് ഇറ്റ്സ് വെരി ഇമോഷണൽ. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ബെറ്റർ പെർഫോമൻസാണ്. നല്ല മൂവിയാണ്, കാണേണ്ട മൂവിയാണ്. എനിക്ക് തോന്നുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ലൊരു മനുഷ്യനായി വരാനുള്ള ചാൻസ് ഉണ്ട്. ഡെഫിനറ്റ്ലി. കരച്ചിൽ ഇടയ്ക്കൊക്കെ വരും. എല്ലാവരും സെൽഫിഷായി പോകുന്ന ഈ ഒരു കാലത്ത് മസ്റ്റായിട്ട് കണ്ടിരിക്കുന്നത് ഇത് കാണേണ്ട മൂവിയാണ്, നല്ലൊരു മൂവിയാണ്. मूवी है ना, आमिर खान मूवी जो ना सितारे ज़मीन, सुपर मूवी, वेरी गुड. हाँ, अच्छा मूवी है और स्टोरी अच्छा है. रोया कि नहीं रोया? हाँ, लास्ट में इमोशन है. लास्ट सीन में थोड़ा रोने का आया. ये मूवी अच्छा है, एक नंबर मूवी. पूरा आदमी को मूवी देखना चाहिए. ആംഗ്രി പെട്ടെന്ന് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയിൽ നിന്നും അയാളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടെയാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. ഇത് റീമേക്കാണെന്ന്, ഇത് അഡോപ്റ്റഡ് ആണെന്ന് അവസാനം എഴുതി കാണിക്കുന്നുണ്ട്. ഒരു സ്പാനിഷ് സിനിമ ചാമ്പ്യൻസ്. ഞാൻ ഒറിജിനൽ കണ്ടിട്ടില്ല. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ അതിൽ അവർ വരുത്തിയെന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് കുറേ കൂടെ എന്തെന്ന് പറയാം, ഇപ്പം താരേ സമീൻ പറ എന്ന് പറയുമ്പോഴത്തേക്കും കുറേ കൂടെ ഒരു ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നൊരു സിനിമയായിരുന്നു. ഇത് ഇമോഷണലി കണക്ട് ആവുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്ന് സമൂഹത്തിൽ കുറേ മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള, ഇപ്പം നമ്മൾ സ്പെഷ്യലി ഏബിൾഡ് എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ്. അപ്പം അങ്ങനത്തെ ഒരു മാറ്റം എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് ഈ സിനിമയിൽ ഇവർ കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു മാറ്റവും വെച്ചിട്ട് കുറേ കൂടി ജോയ്ഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സും ഉണ്ട്, ഇമോഷണൽ മൊമെൻറ്റ്സും ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒരു ഇടകലർന്നിങ്ങനെ വന്നു പോകുന്നതാണ്. പിന്നെ കുറേ എന്താ പറയുക, ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എല്ലാം വന്നിട്ട് എല്ലാ ക്യാരക്ടേഴ്സും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു വളരെ ജോയ്ഫുൾ മൂവി, ഒരു ടിയർ ജേക്കർ ജോയസ് മൂമെൻറ്റ്സ് ഒരുപാടുണ്ട്. വളരെ നല്ല ഇന്നസെൻറ്റ് മൂവി. ഒരുപാട് പഠിക്കാൻ പറ്റും ഈ സിനിമ ആക്ച്വലി.